നാടാകെ വളരുകയാണ്. നമ്മുടെ ചടയമംഗലവും വളരുകയാണ്. എന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ ചടയമംഗലത്ത് എത്രത്തോളമുണ്ട്? അത് അധികാരികളും ജനങ്ങളും പരിശോധിക്കേണ്ടതല്ലേ? നിയമവിരുദ്ധമായ പാർക്കിംഗ് ചടയമംഗലത്ത് പലപ്പോഴും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു. പോലീസിന്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവിലയോ? നമുക്ക് വണ്ടിയുടെ നിവൃത്തിയില്ലാതെ ഈ സൈഡിൽ നിന്ന് നമ്മൾ അപ്പുറ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയിൽ വണ്ടിയുടെ സ്ഥലമല്ല. ഈ ഓരോ ബൈക്കുകാർ കൊണ്ട് ഇവിടം തൊട്ട് നമ്മൾ സാറ് പഞ്ചായത്തിൽ നിന്നും പോലീസിൽ നിന്നും സാറന്മാർ വന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ വണ്ടി നോ പാർക്കിംഗ് വെച്ച് ബാക്കി നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ രാവിലെ തൊട്ട് വണ്ടി കൊണ്ട് ഇവിടെ നിർത്തി എത്ര പേരെ പറഞ്ഞു നമുക്ക് അടി ഉണ്ടാക്കാം. നമ്മളെ അടി പിടിക്കാൻ നടക്കുന്നത് നമുക്ക് അടി ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല. ആ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ വകയാണ് നിൻ്റെ അമ്മയുടെ വകയെന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ വെച്ചിട്ട് അവർ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. ഒരു നിവൃത്തിയിലും പാർക്കിങ്ങിന് ഒരു നിവൃത്തിയിൽ ആട്ടോ ഇടാൻ സ്ഥലമില്ലാതിരിക്കുന്ന സ്ഥിതിയാണ്. അത് കണക്ക് തന്നെ ആ പാർക്കിങ്ങിൽ അവരിപ്പോൾ പൈസ കൂടുതലാണ് മേടിക്കുന്നത്. മറ്റേ അതിനിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് 10 രൂപ ഉള്ളത് ഒരു ബൈക്ക് വയ്ക്കുക. അതുകൊണ്ട് ആളുകൾ ഈ രണ്ട് സൈഡിലും കൊണ്ട് ബൈക്ക് കൊണ്ട് വെച്ചേക്കുക. നമുക്ക് വണ്ടിയുടെ സ്ഥലമില്ല. നമ്മൾ ആട്ടക്കാരോടെ കൊണ്ട് നമ്മൾ ഇതുണ്ടെങ്കിൽ നമുക്ക് അരി പിടിക്കാവുള്ളൂ. മെയിനായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പോലീസുകാർ പറഞ്ഞ് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊന്നും മറ്റുള്ള വാഹനങ്ങൾ വെക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞാണ് നമ്മൾ ഓട്ടോ അവിടെ സ്റ്റാൻഡിൽ ഇട്ട് തുടങ്ങിയത്. ഇവിടെ മൊത്തത്തിൽ ഒരു 10-20 ഓട്ടോയുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഒരു 8 വണ്ടിയേ കിടക്കത്തുള്ളൂ. ആ 8 വണ്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വണ്ടിയെല്ലാം ആ സൈഡിൽ പമ്പിൻ്റെ അങ്ങോട്ട് കയറി പോകുന്ന ഭാഗത്താണ് ഇടുന്നത്. അവിടെ ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറ്റിയൊക്കെയാണ് കൊണ്ടിടുന്നത്. ആ സ്ഥലത്താണ് ഈ 2 വീലർ കൊണ്ടുവന്ന് വെച്ച് മനഃപൂർവ്വം കൊണ്ടുവയ്ക്കുക. അവരങ്ങോട്ടേക്കടുത്ത് മാറ്റത്തില്ല. പിന്നെ തൊട്ടടുത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തോട്ട് കൊണ്ടുവയ്ക്കാതെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അധികാരികൾ ഇത് കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവർ വന്ന് അതിനൊരു 1-2 ദിവസമൊക്കെ വന്ന് അവരെ എടുത്ത് മാറ്റിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു പെട്ടി എഴുതി കൊടുക്കുകയോ ചെയ്യാതെ നമ്മൾ ആട്ടോക്കാരെ തോളിൽ ചുമ്മാ പിടിച്ചുകൊണ്ട് നിൽക്കുക. കാര്യം എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം അബദ്ധവശാൽ എന്തെങ്കിലും നമ്മൾ യൂണിഫോം ഇട്ടില്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് കറക്റ്റായിട്ട് ഫൈൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി അറസ്റ്റാണ്. ഞങ്ങൾ എവിടെ കൊണ്ടാണ് വണ്ടി ഇടുന്നത്? ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ പമ്പിനകത്തോട്ട് വണ്ടി ഇടണം, അല്ലെങ്കിൽ അപ്പുറ സൈഡിൽ വണ്ടി ഇടണം. എല്ലാവരും ഇത് കണക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാത്രം വല്ല പറഞ്ഞു കഴിഞ്ഞാൽ പോലെ നിങ്ങൾ അവിടെ വണ്ടികൾ അവർ വെക്കട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് തന്ന സ്റ്റാൻഡാണ്. ഇവിടെ 10-20 വണ്ടികൾ കൂടുതലുണ്ട്. ഇത് എവിടെ കൊണ്ടാണ് പാർക്ക് ചെയ്യേണ്ടത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അപ്പുറത്ത് പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി നിൽക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് അതിനുള്ളൊരു നിയമ നടപടി ഉണ്ടാക്കേണ്ടതാണ്. എല്ലാ ബൈക്കുകാരും ഇവിടെ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അവിടുത്തെ പറയുമ്പോഴത്തേക്ക് അവർ വെക്കുന്നത് ഇപ്പോഴും വരാം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരെല്ലാം പോവുകയാണ്. അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് തന്നെ അവരെല്ലാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ഫീസിന്റെ വർധനവ് ജനത്തെ വലയ്ക്കുന്നുണ്ട്. ഈ വാടക വർധനവ് കാരണം അനധികൃതമായ പാർക്കിംഗ് വീണ്ടും ഉണ്ടാവുകയും ചടയമംഗലം ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. പഞ്ചായത്ത് ഇപ്പം ചെയ്തിരിക്കുന്ന ഈ നടപടി പിൻവലിച്ച് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ 20 രൂപ നിരക്കിൽ തന്നെ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രീമിയം റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഫീസിനേക്കാൾ ഉയർന്ന തുകയാണ് ചടയമംഗലത്ത് ഈടാക്കുന്നത്. 4 ചക്ര വാഹനങ്ങൾക്ക് 24 മണിക്കൂറിന് 30 രൂപ വാങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ 12 മണിക്കൂറിന് 30 രൂപ വാങ്ങി ചടയമംഗലവും പ്രീമിയമാക്കാൻ അനുവാദം നൽകുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിൽ നിന്ന് എഴുതി തന്നായിരുന്നു റേറ്റ്. നമ്മൾ അന്ന് കൂട്ടിയില്ലായിരുന്നു. ഈ വർഷമാണ് ഇപ്പോഴാണ് ഇത് കൂട്ടിയത്. 1 മാസം ആവുന്നതേ ഉള്ളൂ കൂട്ടിയിട്ട്. കഴിഞ്ഞ വർഷം 2 വീലറിന് 10 രൂപയും 4 വീലറിന് 20 രൂപയായിരുന്നു. ബസ്സിന് 70 രൂപയായിരുന്നു. ഇതിപ്പം പുതിയതായിട്ട് കൂട്ടിയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. കഴിഞ്ഞ 17-ാം തീയതി തൊട്ടാണ് ഇത് കൂട്ടിയത്. പാർക്കിംഗ് ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് അവരുടെ നിവേദനവും നൽകി. ആവശ്യം ഒന്നു മാത്രം: പാർക്കിംഗ് ഫീസ് വർധനവ് പിൻവലിക്കണം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ ചടയമംഗലം ജംഗ്ഷനിലുള്ള പാർക്കിംഗ് സ്ഥലത്ത് ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് തിരിച്ചടിയാണ്. മുൻ വർഷങ്ങളിൽ 4 ചക്ര വാഹനങ്ങൾക്ക് 20 രൂപയും 2 ചക്ര വാഹനങ്ങൾക്ക് 5 രൂപയുമായിരുന്നു ഫീസെങ്കിൽ ഈ കൊല്ലം മുതൽ ആ പാർക്കിംഗ് ഫീസ് 2 ചക്ര വാഹനങ്ങൾക്ക് 20 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 40 രൂപയുമായി ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വർധനവ് ഒരിക്കലും നീതീകരിക്കാവുന്ന ഒന്നല്ല.
ഇവിടെ ഈ പാർക്കിംഗ് സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത് ദീർഘദൂര യാത്രക്കാരും അതുപോലെ തന്നെ ചടയമംഗലത്തെ കടകളിൽ സാധനം വാങ്ങാനെത്തുന്ന സാധാരണപ്പെട്ട ആളുകളുമാണ്. 100 രൂപയ്ക്ക് മലക്കറി വാങ്ങാൻ വരുന്ന ഒരാൾ 40 രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ യാതൊരുവിധ യുക്തിക്കും നിരക്കാത്ത ഒന്നാണ്. കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിൽ പോലും വാഹന പാർക്കിങ്ങിന് 4 ചക്ര വാഹനങ്ങൾക്ക് 40 രൂപ ഫീസ് ഇല്ല എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ചടയമംഗലത്തെ ഈ ഫീസ് വർധനവ് സാധാരണക്കാരനെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. ഈ വർധനവ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് പിൻവലിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാര സ്ഥാനത്തിരിക്കുന്നവർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വർധനവ് പിൻവലിക്കുവാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഇനി ആരാണ് ഇതിന് ഉത്തരവാദി? പൗരബോധം മറന്ന് അനധികൃത പാർക്കിംഗ് നടത്തുന്നവരോ, അതോ ഒരു ഉളുപ്പുമില്ലാതെ നിവേദനങ്ങളും വാങ്ങി സാധാരണക്കാരന്റെ മേൽ അധിക ഫീസ് അടിച്ചേൽപ്പിക്കുന്ന മാതൃകാ പഞ്ചായത്ത് ഭരണസമിതിയോ?